ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ പറയാറില്ലേ, ഞാൻ ആ മൂവി കണ്ടിട്ടുണ്ട്, ഞാൻ ആ പാർക്കിൽ പോയിട്ടുണ്ട്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ മൂവി കണ്ടിട്ടുണ്ട്, ഞാൻ ആ പാർക്കിൽ പോയിട്ടുണ്ട്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സെന്റൻസുകൾ നമുക്ക് ഫെമിലിയർ ആണല്ലേ. മലയാളത്തിൽ പറയാൻ എളുപ്പമാണ്. അതിലും എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ പറയാൻ പഠിച്ചാലോ? ആദ്യം നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ പറഞ്ഞ സെന്റൻസുകളിൽ ഒന്നും തന്നെ ഒരു സമയം, ഒരു പ്രത്യേകിച്ചൊരു ടൈം എടുത്തു പറയുന്നില്ല. ഒരു കാര്യം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, എന്നാൽ സമയം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതിന്റെ റിസൾട്ട് പ്രസന്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടി പറയാം, ഒരു കാര്യം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, ആ കാര്യത്തിന്റെ സമയം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ റിസൾട്ട് ഇപ്പോഴും റെലവെന്റ് ആണ്. ഇത്തരം സിറ്റുവേഷൻസ് പറയാനാണ് ഇന്ന് പഠിക്കുന്നത്. ആദ്യത്തെ സെന്റൻസ് നോക്കാം. ഞാൻ ആ മൂവി കണ്ടിട്ടുണ്ട്. ഞാൻ ആ മൂവി കണ്ടിട്ടുണ്ട്. എങ്ങനെ എഴുതാം? ഐ ഹാവ് സീൻ ദ മൂവി. ഐ ഹാവ് സീൻ ദ മൂവി. ഇവിടെ സിനിമ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എപ്പോൾ കണ്ടു എന്നൊരു സമയം പറയുന്നില്ല. ബട്ട് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്, ആ റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആ മൂവി കണ്ടിട്ടുണ്ട്, ഐ ഹാവ് സീൻ ദ മൂവി. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഒരു സമയം വ്യക്തമായി പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അടുത്ത സെന്റൻസ് നോക്കാം. ഞാൻ ആ പാർക്കിൽ പോയിട്ടുണ്ട്. ഞാൻ ആ പാർക്കിൽ പോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സമയമൊന്നും പറയുന്നില്ല. ഐ ഹാവ് ബീൻ ടു ദ പാർക്ക്. ബീൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടു ദ പാർക്ക്. ഞാൻ ആ പാർക്കിൽ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാര്യം കഴിഞ്ഞിട്ടുണ്ട്, സമയം പറയുന്നില്ല. ഐ ഹാവ് ഡൺ I have done my homework. I have done my homework. ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. I have read that book. I have read that book. ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. I have read that book. അവൻ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. അവൻ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. He has gone to the market. To the market. He has gone to the market. അവൻ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. He has gone to the market. ഈ പറഞ്ഞ എല്ലാ സെന്റൻസിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെയൊന്നും ഒരു കൃത്യമായ സമയം പറഞ്ഞിട്ടില്ല, അതിന്റെ റിസൾട്ട് ഇപ്പോഴും റെലവെന്റ് ആണ്. ഇതേ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നതിനൊക്കെ പകരം കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. നീ തുടരും മൂവി കണ്ടിട്ടുണ്ടോ? നമ്മൾ ഒരാളോട് ചോദിക്കാണ്, നീ തുടരും മൂവി കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ദ മൂവി? ഏത് മൂവിയാണോ അത് അവിടെ കൊടുത്താൽ മതി. തുടരും. ഹാവ് യു സീൻ ദ മൂവി? തുടരും. ഇത് തന്നെ ഞാൻ തുടരും മൂവി കണ്ടിട്ടുണ്ടെന്നാണെങ്കിൽ ഐ ഹാവ് സീൻ ദ മൂവി തുടരുന്നാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി അതിൽ കൊടുത്തിരിക്കുന്ന ഹാവിനെ നമ്മൾ ആദ്യം എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, നീ ആ പാട്ട് മുൻപ് കേട്ടിട്ടുണ്ടോ? നീ ആ പാട്ട് മുൻപ് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ദാറ്റ് സോങ് ബിഫോർ? മുൻപ് കേട്ടിട്ടുണ്ടോ? ഹേർഡ് ദാറ്റ് സോങ് ബിഫോർ. ഹാവ് യു ഹേർഡ് ദാറ്റ് സോങ് ബിഫോർ? നീ ആ പാട്ട് മുൻപ് കേട്ടിട്ടുണ്ടോ? അവളോട് നീ ഇതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ? അവളോട് നീ ഇതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ? ഹാവ് യു ടോക്ഡ്
to her about this. ഇതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ? Have you talked to her about this? ഇതേപ്പറ്റി നീ അവളോട് സംസാരിച്ചിട്ടുണ്ടോ? ഇപ്പൊ പറഞ്ഞ സെന്റൻസുകളിലെല്ലാം തന്നെ ഒന്നില്ലെങ്കിൽ നമ്മൾ ഹാസ്, അതല്ല എങ്കിൽ ഹാവ് വെച്ചാണ് പറഞ്ഞത്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ടെൻസിന്റെ പേര് ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും പറഞ്ഞു എന്ന് മാത്രം. മുൻപ് ഈ ടെൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണെന്ന്. അത്ര വലിയ സംഭവമൊന്നും അല്ല. ഇപ്പൊ അടുത്ത് നടന്നൊരു കാര്യം. അതില് ടൈം ഒന്നും പറയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അതിന്റെ റിസൾട്ട് പ്രസന്റില് റെലവെന്റ് ആയിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. കഴിഞ്ഞു പോയ ഒരു കാര്യം, അതിൽ ടൈം ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, എന്നാൽ അതിന്റെ റിസൾട്ട് പ്രസന്റിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരം സിറ്റുവേഷൻസ് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാസ് അല്ലെങ്കിൽ ഹാവ് അതിനോടുകൂടി V3. നമ്മൾ മുൻപ് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹാസും ഹാവും തമ്മിലുള്ള വ്യത്യാസം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു ആണെങ്കിൽ ഹാസ്, ഒന്നിൽ കൂടുതലാണെങ്കിൽ ഹാവ്. അതില് ഞാൻ എന്നെ പറ്റി സംസാരിക്കുമ്പോൾ ഐ ഹാവ് എന്നാണ് പറയുന്നത്. ഹാസ് ഹാവിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ രൂപം. ഇത്ര മാത്രമേ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാനുള്ളൂ. നമ്മൾ ഡെയിലി പറയാറുണ്ട് കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ഒരുപാട് സെന്റൻസുകൾ. ഇത്തരം സെന്റൻസുകൾ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഈസി ആയിട്ട് പറയാം. വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.